ഇന്നൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മഴ ആയതുകൊണ്ട് ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയാണ്. അതുകൊണ്ട് എവിടെ പോയാണ് ഞങ്ങൾ? ഞാൻ പണിക്ക് പോയത്. മഴയായിട്ട് പണിയൊക്കെ ഉണ്ടോ? പണിയില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഇതുവഴി പോയപ്പോഴത്തേക്കും ഇതാ റോട്ടിൽ നമ്മൾ ബൈക്ക് ഒതുക്കിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ്? കൈതോട് ബിരിയാണിക്കര. ഇനി ഇതല്ലാതെ വേറൊരു കാര്യം കൂടെ നമ്മൾ പറയാനുണ്ട്. നമ്മുടെ ഫ്രണ്ടിൽ കാണാമല്ലോ ഈ കാണുന്ന കട. ഇത് നമ്മൾ അതിൻ്റെ ഇപ്പുറത്തൊരു കടയൊക്കെയാണ്. എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവർ പലർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഈ കട ഇത്രയും പൈസയ്ക്കുള്ള ഈ ഒരു വെർത്താണെന്നൊക്കെ. അപ്പോൾ നമ്മൾ എന്തായാലും ജസ്റ്റ് മഴ കാരണം വെറുതെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങാം, എങ്ങും പോകാൻ പറ്റില്ല. വീട്ടിൽ തന്നെ കഴിയുന്ന 10 മിനിറ്റ് കഴിയുമ്പോൾ മഴ. ഈ മഴ പല സ്ഥലങ്ങളിലും ഭയങ്കര ദോഷം ചെയ്യുന്നുണ്ടല്ലേ? ഭയങ്കര മഴ. ഒരു 2018 ഇതുപോലൊരു മഴയായിരുന്നു, ഓർമ്മ ഉണ്ടോ? വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോൾ അതൊരു കാലവർഷം തെറ്റി. ഇത് നേരത്തെ ഇനി ഇവൻ ബാക്കി മഴകൾ കിടക്കാൻ പോണതേ ഉള്ളു. അപ്പോൾ ഇനിയുള്ള സാഹചര്യം നമ്മളിപ്പോൾ കൊടുക്കാൻ പോകുന്ന ഈ ഒരു ഇതുണ്ടല്ലോ ഇപ്പം ഇതാണ് നിങ്ങൾ കണ്ടായിരുന്നു. നമ്മളെല്ലാം കൂപ്പൻ്റെ ഞെരക്കെടുപ്പിൻ്റെ കണ്ടായിരുന്ന വീഡിയോ കണ്ടില്ല. അതാ ഈ കിടക്കുന്ന കടയാണ്. ഈ കാണുന്ന 3 മുറി കട, അതിൻ്റെ മുകളിൽ 2 റൂം. ഇവിടെ നിന്നുള്ളൊരു 4 സെൻറ്റ് വസ്തുവിലുള്ള റോഡ് ഫ്രണ്ടേജ്. തൊട്ടടുത്ത് അമ്പലം ഉണ്ട്. ഈ കടയാണ് നമ്മളെ നിന്ന് കൂപ്പൺ എടുക്കുന്നവർക്ക് നമ്മൾ 5500 കൂപ്പൺ കൊള്ളിയാണ്. ഈ കൂപ്പണിന് 1200 രൂപ, 1000 രൂപ കൂപ്പൺ നമ്മൾ കൂപ്പൺ കൊടുക്കും. ഇതിനകത്ത് 1ാം സമ്മാനം എന്താ ഈ 3 മുറി കടയാണ്. അത്യാവശ്യം നല്ലതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ് ചെയ്യുന്നവർക്ക് അങ്ങനെ ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എന്തൊരു കച്ചവടങ്ങൾക്ക് വേണമെങ്കിൽ വാടകയ്ക്ക് കൊടുക്കാം. ഈ ഒരു ചെറിയ മുറി കട വാടകയ്ക്ക് കൊടുത്ത് എത്ര രൂപ തോന്നുന്നു? അത് ഉദ്ദേശം നിങ്ങളുടെ അല്ല വാടക, നമ്മൾ കച്ചവടം പിന്നത്തെ കേസ്. എത്ര രൂപ ഇവിടെ ഒരു കടയ്ക്ക് വാടകയ്ക്ക് കൊടുത്ത ഒരു കട, ചെറിയ മുറിക്കട? മാസ വാടക ആ ഒരു ചെറിയ കടയ്ക്ക് 3000 കിട്ടും. 3000 രൂപയ്ക്കകത്ത് കിട്ടുള്ളൂ. വേണ്ട, നിങ്ങളൊരു 1500 രൂപയ്ക്ക് കൊടുത്തു എന്ന് കൊടുത്താലും മറ്റേ 2 കടയ്ക്ക് എന്തായാലും 3000 വെച്ച് കിട്ടൂലേ? അപ്പോൾ 3000 6000 ഇതിന് 1500 രൂപ കിട്ടുള്ളൂ. 6500 7500. മുകളിൽ ഒരാൾക്ക് താമസിക്കാൻ കൊടുക്കാം, ഫാമിലി ആയിട്ട് താമസിക്കാൻ കൊടുക്കാം. ഇവിടെ ഇതിനകത്ത് വെള്ളവും കിണറും കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു വെള്ളമൊക്കെ ഒരു കുഴൽ കിണർ ഇവിടെ അടിക്കുകയാണെങ്കിൽ ഒരു കുഴൽ കിണർ അടിക്കണം. ബേക്കിൽ ഇത്രയും സ്ഥലം ബേക്കിലും ഉണ്ട്. ഈ സ്ഥലത്ത് ഒരു ബാത്റൂമും കെട്ടുവാണെങ്കിൽ ആർക്ക് താമസിക്കാൻ കൊടുത്താൽ ഈ ഒരു മേളിലത്തെ ആ 2 റൂം ഇതുണ്ട്. അതിനകത്തൊരു ചെറിയ കിച്ചൺ കണക്ക് ഇതാക്കുക ചെയ്യാനുള്ള സ്ഥലം ഉണ്ടല്ല. ചെയ്ത് കഴിഞ്ഞാൽ വാടക എത്ര രൂപ കിട്ടും ഒരു ഫാമിലിക്ക് താമസിക്കാൻ കൊടുക്കുന്നത്? 10,000 ഒന്നും കിട്ടൂല. ഒരു 3000 4000 അത്രേ ഉള്ളൂ. അത്ര പൈസ കിട്ടും. അപ്പോൾ മൊത്തത്തിൽ 7500 ഒരു 4000 രൂപ നമുക്ക് ഇവിടെ നിന്ന് മാസമായിട്ട് തന്നെ കിട്ടും. ഈ ഇതിൽ ഞെരക്കെടുക്കണം. മൊത്തത്തിൽ 5500 കൂപ്പണേ ഉള്ളൂ. 2ാം സമ്മാനം ഒരു 5 സെൻറ്റ് വസ്തു ഇവിടെ തന്നെ തൊട്ടുള്ളിൽ ഒരുപാട് പോകണം. 3ാം സമ്മാനം ഓലയുടെ ഇലക്ട്രിക് സ്കൂട്ടി. 4ാം സമ്മാനം iPhone 16. 5ാം സമ്മാനം 5 പേർക്ക് സ്വർണ്ണം. ജൂലൈ 1 ഈ കടയിൽ വെച്ച് തന്നെ നമ്മൾ ഞെരക്കെടുക്കും. നമ്മുടെ വീഡിയോസ് കാണുന്നവരെ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഈ റോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ പാരിപ്പള്ളി മടത്തറ റോഡാണ്. നാഷണൽ ഹൈവേയിൽ നിന്ന് MCA ബന്ധിപ്പിക്കുന്ന റോഡാണ്. അത്യാവശ്യം ഇവിടെയൊക്കെ നല്ല പ്രോപ്പർട്ടിക്ക് എത്രയാണ് വിലയെന്ന് നിങ്ങൾ പൊതുവിൽ എല്ലാ സ്ഥലങ്ങളിലും ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഈ സാധനമാണ് നമ്മൾ 1200 രൂപയ്ക്ക് നമ്മളിന്നൊരു ബെർത്ത് സ്റ്റോൺ മേടിക്കുമ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ നല്ല മഴയായിട്ട് അടിപൊളി ഇത് കണ്ടല്ലേ? രാവിലെ വണ്ടി ഉണ്ടല്ലോ തണുത്തിട്ട് നമ്മളിൽ മൂടി പൊതിച്ച് കിടന്ന് ഉറങ്ങുമല്ലേ, അതേപോലെ നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മളിതൊക്കെ ഇറങ്ങിയിട്ട് ഇതാണ് നമ്മുടെ നാട്. നിൽക്കുന്ന വളരെ ഫേമസ് ആയിട്ടുള്ളൊരു
മനസ്സിലാക്കാത്ത കടയിലാണ്. ഇവിടെ നല്ല അടിപൊളി നാരങ്ങ വെള്ളം. നീ ഒരു നെയ്യപ്പോടെ ആണെങ്കിൽ മേടിച്ചു, ചൂട് നെയ്യപ്പം. ഞാൻ ഒരെണ്ണം കഴിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. എനിക്കൊന്നും വേണ്ട, നീ മേടിച്ചേ, ഞാൻ കഴിച്ചു. നല്ല ചൂട് നെയ്യപ്പം ഇവിടെ ഉണ്ട്, നല്ല ചൂട് നെയ്യപ്പം ഉണ്ട്, നല്ല ചായ. ഇതാണ് നമ്മുടെ അടുത്ത നമ്മുടെ ഇത് ഇവിടെയാണ് നമ്മുടെ ഇരിക്കുന്ന ജുമാ മസ്ജിദിൻ്റെ നമ്മൾ പള്ളിമുക്ക് ജംഗ്ഷൻ എന്നാണ് നമ്മളിവിടെ പറയുന്നത്. പാരിപ്പള്ളി ചടയമംഗലം, ഇത് നമുക്ക് നേരെ ചടയമംഗലം പോവാം. ഇത് പാരിപ്പള്ളി. പിന്നെ ഇതാണ് നമ്മുടെ ഇരിക്കുന്ന മുതൽ ജുമാ മസ്ജിദ്. നമ്മൾ കൂടുതലായിട്ട് ഇരിക്കുന്ന വെയിറ്റിംഗ് ഷെഡാണ് ഇത്. നമ്മുടെ പള്ളി എങ്ങനെ ഉണ്ട് ഇരിക്കുന്ന സൂപ്പർ വ്യൂ ഉണ്ടല്ലേ ദൂരെ നിന്ന് വരുമ്പോഴേ കാണാൻ, ഈ മഴയത്തൊക്കെ. വേക്കിപ്പള്ളിയിൽ നമുക്ക് നിലമേലോട്ടൊരു ട്രിപ്പ് വിടാം. നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഴയൊക്കെ ആയതുകൊണ്ടിട്ട് നമ്മൾ പൊതുവെ നമ്മുടെ നാട്ടിൻ്റെ ആ ഒരു ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഒരു റൈഡ് ഇത്രയേ ഉള്ളൂ. ഈ ബുള്ളറ്റിന് ഇങ്ങനെ സൗണ്ടൊക്കെ ആയിട്ട് പോകാൻ സുഖമെന്ന് അറിയാം. നമ്മൾ നേരെ ഇനി ഇവിടെ പോകുന്ന പറഞ്ഞാൽ ഇവിടുത്തെ വെള്ളത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മളെ പുതിയ അത്യാവശ്യം പ്രകൃതി സുന്ദരമായ സ്ഥലമാണ്. സാധാരണക്കാർ ഉള്ള നല്ല സ്നേഹ നിധികളായിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ ഈ എല്ലാ പറയുന്ന സ്ഥലങ്ങളിലും. നമ്മുടെ ഇരിക്കുന്നാമ്പുകൾ, പുലിയർക്കോണം, മടവൂര്, മാങ്കോണം, കൈതോട് ഒക്കെ. ഇതാണ് നമ്മുടെ അടുത്തൊരു സ്ഥലം. നമ്മുടെ ഇത് നമ്മുടെ പുതിയ വാക്കുവഴി തട്ടുകട. എല്ലാ സാധനങ്ങളുണ്ട്. ഇതാണ് നമ്മുടെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. പിന്നെ ഇതാണ് നമ്മുടെ പുലിയൂർക്കോണം. ഇത് നമ്മുടെ രമണീയമായിട്ടുള്ള രാവിലെ പക്ഷേ വെളുപ്പാങ്കാലത്താകുമ്പോൾ നല്ല കോടയൊക്കെ കിട്ടി. നല്ല രസമുണ്ട്. ഇവിടെ രാവിലെ ഇറങ്ങി നിങ്ങൾ ബൈക്കൊക്കെ എടുത്ത് രാവിലെ ഈ മഴ സമയത്ത് ആരാണ് നോക്കട്ടെ, ഒരു വണ്ടിക്കാരൻ കൊണ്ടുവന്ന് നമുക്ക് നമ്മുടെ അടുത്ത സ്ഥലമാണ് മാങ്കോണം. മാങ്കോണം അത്യാവശ്യം ഒരു ഫേമസ് ആണ്. ഇവിടെ അതുപോലെ ഒരു തെക്കാവുണ്ട്. അല്ല, നമുക്ക് നാട്ടുകാരുടെ ആയി പറഞ്ഞു കൊടുക്കുന്നേ. ഇവിടെയും കശുവണ്ടി ഫാക്ടറി പിന്നെ ഉണ്ട്. ഒരുപാട് ഇതുള്ള സ്ഥലമാണ് മാങ്കോണം. പൊതുവിൽ അറിയപ്പെടുന്ന സ്ഥലമാണ്. ആൾക്കാർ മഴയായിട്ടൊരു മനുഷ്യനെ എങ്ങും പോകാൻ പറ്റാതെ ഇതാണ് നമ്മുടെ മാങ്കോണം സെൻട്രൽ സ്കൂള്. ഇവിടെ വ്യൂ എങ്ങനെയുണ്ട് വായിക്കാണ്. നല്ല പക്ഷെ ഒരു നല്ലൊരു തണുത്ത, ഇപ്പം ആ തെങ്ങിലൊക്കെ നിൽക്കുന്ന തണുത്ത കരിക്കായിരിക്കും. അതുകൊണ്ട് നമ്മൾ കിട്ടിയിരുന്നത് ആ ഒരു നാച്ചുറൽ വൈബ് ക്ലിയർ ആയത്. നമ്മൾ ഇവിടം വരെയാണ് നമുക്ക് ഇപ്പോൾ നമ്മൾ പോകുന്നത്. കാരണം നമ്മൾ ഇവിടം വരെ പോയി പെട്രോൾ അടിച്ചിട്ട് നമ്മളെന്ത് ചെയ്യും, എങ്ങനെ പോകുന്നു, ഇങ്ങനെ പള്ളിക്ക് വഴി പോകുന്ന ഇഷ്ടം. പള്ളിക്ക് വഴി പോകല്ലേ, പള്ളിക്ക് വഴി പോകാം. നമ്മളെന്തായാലും നമ്മളെ പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ കാണാൻ ഇനി ഒരുപാടുണ്ടായിരുന്നു. ഇതിന് അകത്തോടൊക്കെയാണ് വയൽ. അവിടെ നല്ല രസമാണ് കാണാൻ. ബാക്കിൽ വണ്ടി ഉണ്ടോ നോക്കിയാണ്. ഇതാണ് നമ്മളെ പെട്രോൾ പമ്പ്. പെട്രോൾ പമ്പിൽ നിന്ന് കൂട്ടിത്തെറിക്കും. പയ്യനെ പരിചയപ്പെടുത്തി കൊടുക്കും. വേണ്ട, എണ്ണയൊക്കെ അടിക്കും. ഇപ്പോൾ ഒരു 3 ലിറ്റർ. എത്ര മണിക്ക് ഡ്യൂട്ടിക്കാന്ന് പറയാമേ? ഡ്യൂട്ടിക്ക് എത്ര മണിക്കാണ്? 6 മണിക്കാണ്. 6 മണിക്കൊക്കെ എങ്ങനെ ഉറക്കം എഴുന്നേറ്റ് നീ തണുപ്പത്ത്? ഉറക്ക ക്ഷീണം നിനക്ക് ഇപ്പോഴും മാറിയിട്ടില്ല കേട്ടോ. നീ എന്ത് ചെയ്യുന്നു? എവിടെ ഇത്രയല്ലേ എത്ര ആയിട്ടില്ല പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നതല്ലേ ഇത്? എവിടെ സ്ഥലം എവിടെയാണ്? വീട് സ്ഥലം ഇവിടെ തന്നെ.
അതിൻ്റെ വീഡിയോ എടുക്കുന്നത് കുഴപ്പമൊന്നുമില്ലല്ലോ. പേരെന്തരായിരുന്നു? രാവിലെ അധ്വാനിച്ച് പഠിക്കണം. തലമുറ കണ്ട് ഇതൊക്കെ പഠിക്കണ്ട. ഒരിക്കലും ചോദിച്ചുകൂടാത്ത കേസാണ്. നിന്റെ പ്രായം എത്രയാണ്, നിനക്ക് സാലറി എത്രയാണ്? നമുക്ക് ഒരു ക്യൂരിയോസിറ്റി. പൈസ കൊടുത്താ പൈസ വേണോ? പൈസ കൊടുക്കില്ല. കയറി വണ്ടി പെട്രോൾ നമ്മൾ വ്ളോഗേഴ്സ് എന്ന് പറഞ്ഞാൽ പമ്പിൽ കയറി എണ്ണ അടിച്ചാലും പൈസ കൊടുക്കാറില്ല. പൈസ വേണോടാ? പിന്നെ 321 രൂപ 31 ഹലാല. ഇല്ല ഇത് നനയുന്ന എങ്ങനെ? എന്റെ നമ്മളെന്റെ ഒന്നും നനയില്ല. എല്ലാം വാട്ടർ പ്രൂഫ് ആണല്ലോ. ഇനി നമുക്ക് അങ്ങോട്ട് പോകണ കട്ടൻ അടിക്കാം. കൊള്ളാം എന്റെ തൊപ്പി. ഇത് ഏതിന്റെ തൊപ്പിയാണ്? ഇത് മറ്റേ കൂടിയ ഒരു തൊപ്പിയാണ്. ഏത് കൂടി? ഏതിനാണ്? ക്ഷീണാവാം. ഇവിടെ അടി എനിക്ക് കിട്ടണം. പൊട്ടക്കട്ടാന്ന് പറഞ്ഞു. അതെ അതെ. ഏതിന്റെ? ഇത് സീനാണ്. മഴ സീനാണ്. എണ്ണ അടിച്ചിറങ്ങിയില്ല. പെട്രോൾ തന്നെ അടിച്ചാൽ മതി. 120 പെട്രോൾ തന്നെ നമ്മളെ എണ്ണ അടിച്ചിറങ്ങിയതാ ഇവിടെ കിടക്കുന്നത്. നല്ല ആവശ്യം ഉണ്ടായിരുന്ന. എന്ത് വിധി ഇത്. ഒരു നല്ല നിങ്ങൾക്കൊരു നാച്ചുറൽ ഒരു അറ്റ്മോസ്ഫിയറിൽ വന്ന് ചായ കുടിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഇവിടെ ആകെ ചായ മാത്രമേ ഉള്ളൂ ഈ കടയിൽ. ഇവിടെ വന്നിട്ട് ചായ വാങ്ങിച്ച് നിങ്ങൾക്ക് നേരെ ഇതാ ഇവിടെ വരാം. ഇവിടെ ഇങ്ങനെ വണ്ടി ഒതുക്കി ഇത്രയും നല്ല സ്ഥലത്തൊന്ന് ഇങ്ങനെ ചായ കുടിക്കാം. എങ്ങനെയുണ്ട് ഈ സ്ഥലം? എങ്ങനെയുണ്ട് ഇവിടെ ഈ സ്ഥലത്ത് നിന്ന് ചായ കുടിക്കണമെങ്കിൽ തുടങ്ങാതെ വെള്ളമായി കേട്ടോ. ഇനി ഏകദേശം കുറച്ചുകൂടെ ഉള്ളു ഇനി വെള്ളം കയറാൻ. ഇത് ചെറിയ തോടാണ്. ഇവിടുത്തെ തോട്ടിലുള്ള ഇവിടെ എൻ്റെ പൊന്നലിയ ഫുള്ളായി കേട്ടാ. ഭയങ്കര വെള്ളം. ഇനി ഏകദേശം കുറച്ചേ ഉള്ളൂ. ചിലപ്പോൾ രാവിലെയൊക്കെ ചിലപ്പോൾ ഇതിൽ നിന്ന് വെള്ളം ആയിരുന്നിട്ടുണ്ടായിരിക്കും. ഇല്ലല്ലേ, വെളിയിൽ കയറിയില്ലല്ലേ. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് ഇതാണ് നമ്മുടെ വേമൂട്ടിൽ പാലം. വേമൂട് എന്ന് പറയും. ഇവിടെ കുറേ സ്ഥാപനങ്ങളും നല്ല സ്നേഹമുള്ള ജനങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. ഇവിടെ നമുക്ക് നേരെ ഇങ്ങനെ പാരിപ്പള്ളി, അത് കഴിഞ്ഞ് പള്ളിക്കൽ, ഇവിടങ്ങളാണ്. ഇവിടെ അടുത്ത സ്ഥലം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വടവൂർ പള്ളി ജംഗ്ഷൻ. ഈ മെയിൻ റോഡിലാണ് നമുക്കുള്ള ഈ പ്രോപ്പർട്ടി കിടക്കുന്നത്. അതായത് ഇത്രയും ഇവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ 5 ലക്ഷം 6 ലക്ഷം രൂപ
എല്ലാവരും ഇതാണ് മണലൂർ പള്ളി. ഇവിടെ നടത്തോട്ട് പോയാൽ കിളിമാനൂര്. ഇവിടുന്ന് ഇങ്ങനെ പോയി നമ്മൾ നാഷണൽ ഇതിനകത്ത് ഇറങ്ങുന്ന ഒരു റോഡാണ്. പിന്നെ ഇവിടെ കുറച്ച് അത്യാവശ്യം ഇതടുത്ത് നമ്മളെ മടവൂരത്തെ LPS ജംഗ്ഷനാണ്. മറ്റേത് പള്ളി ജംഗ്ഷൻ, ഇത് LPS ജംഗ്ഷൻ. അപ്പോൾ അഭ്യാസ പ്രകടനവുമായി ആശാൻ്റെ ഇതിലെ കൂടെ തന്നെ സ്കൂള്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ LPS സ്കൂള്. അതിൻ്റെ അപ്പുറത്തൊരു ഹയർ സെക്കൻഡറി സ്കൂളൊക്കെ ഉണ്ട്, NSS എന്ന് പറയുന്നത്. രാവിലെ മഴയായിട്ടാണ് സാധനങ്ങളൊക്കെ കയറ്റി വന്ന് നിൽക്കുകയാണ്. എങ്ങും പോകാൻ ഒരു ഇതെന്ന് പറയുമല്ലോ, നമ്മളെന്താ ഒന്നും ചെയ്യാൻ പറ്റാത്ത മഴ. ഒരു 5 മിനിറ്റ് പെയ്യും, 5 മിനിറ്റ് തോരും, 5 മിനിറ്റ് പെയ്യും, 5 മിനിറ്റ് തോരും, ഈ രീതിയിലുള്ള. നമ്മൾ നേരെ പള്ളിക്കലാണ് പോകണം. പള്ളിക്ക് നമ്മളിപ്പോൾ നമ്മുടെ ബ്ലോഗിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസിൻ്റെ ഒരു പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊച്ചു കൊച്ചു തോട്ടിൽ നിന്ന് നമ്മൾ മഴ പെയ്യുമ്പോഴേ കൊച്ചു കൊച്ചു തോട്ടിൽ നിന്നൊക്കെ വെള്ളം പോയി സംഗമിക്കുന്നു അല്ലേ, അങ്ങനെ തന്നെ പറയണം. സംഗമിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു അരുവി നമുക്കിവിടെ ഉണ്ട്. നല്ല രസമാണ്, നല്ല കാണാനും. പക്ഷേ അത് 10-25ഓളം പേര് മരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കാണിക്കുന്ന ഈ പുഴ കാണാനൊക്കെ നല്ല രസവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ നിങ്ങൾ ഒരിക്കലും കാല് കഴുകാൻ പോലും അവിടെ ഇറങ്ങലെന്ന് നമ്മുടെ ഒരു പ്രത്യേക റിക്വസ്റ്റാണ് അല്ലേ. നിങ്ങൾ ഫാമിലിയായിട്ട് വന്ന് കാണുക, എന്തൊക്കെ ചെയ്തോ, നിങ്ങൾ വെളിയിൽ വരിക, അവിടെ ഒന്ന് കാണുക, പോവുക. അല്ലാതെ അതിൻ്റെ അപ്പുറം ഒരു കാല് നനയ്ക്കാൻ പോലും നിങ്ങൾ എന്ത് ചെയ്യരുത്. നമ്മൾ കണ്ട് കാണിക്കാൻ പോകുന്ന തോട്ടിലിറങ്ങരുത്. നമ്മളിപ്പോൾ നമ്മുടെ നാടുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കാണിക്കുന്നത് മാത്രം. ഇപ്പോൾ മഴ തോന്നിയിരിക്കുകയാണ്, നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇതാണ് നമ്മൾ ഇവിടുന്ന് ഇതിലേ കൂടെ പോകുന്ന പഴയ ആർക്കേവ് ബസ് അറിഞ്ഞുകൂടാത്ത ആൾക്കാർ ഇവിടെ ഇരിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ കുറെ പുതിയ ബസ്സുകളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ എത്രയായ ബസ്സിലേക്ക് കയറിയിട്ട്? സ്ഥലത്തിന്റെ പേര് ഇത് പള്ളിക്ക ഗ്രാമപഞ്ചായത്ത് ഇവിടെ തൊട്ട് തുടങ്ങി. നമ്മൾ മടൂർ ഗ്രാമപഞ്ചായത്തായിരുന്നു ഇപ്പോൾ നമ്മൾ വന്നത്. ഇപ്പോൾ നമ്മൾ 3 ഗ്രാമപഞ്ചായത്താണ്. പുളിമാവ് സോറി പുളിമാവ് ഓക്കെ സോറി, അത് പിന്നെ പറയാം. നമ്മൾ ഇതിപ്പോൾ 3ാമത്തെ പഞ്ചായത്തിലോട്ട് കയറിയേക്കാണ്. ആദ്യം നമ്മൾ നിലവേ പഞ്ചായത്തിൽ നിന്ന് തുടങ്ങി മടവൂർ പഞ്ചായത്തിൽ സെൻറ്ററിലുള്ള മടവൂർ പഞ്ചായത്തിനെ തളകി പുളകി നമ്മൾ നേരെ പള്ളിക്കൽ പഞ്ചായത്തിൽ എത്തുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ ഏരിയയാണ് കേട്ടോ. ഇവിടെ എല്ലാം നല്ല നല്ല ആൾക്കാരാണ്. സ്നേഹിച്ചാൽ നമ്മൾ നക്കിക്കൊല്ലും, ദ്രോഹിച്ചാൽ ഞെക്കിക്കൊല്ലും എന്നീകളാണ് ഈ 3 സ്ഥലത്തുള്ളത്. ഓക്കെ, ഇവിടങ്ങളിൽ പള്ളിക്കൽ ഇതാണ് പള്ളിക്കൽ. പള്ളിക്കൽ ഇവിടെ 3 ഓഡിറ്റോറിയങ്ങളുണ്ട്. പിന്നെ പോലീസ് സ്റ്റേഷൻ, നമ്മുടെ എല്ലാവരെയും ഈ നമ്മുടെ മടവൂർ പഞ്ചായത്തിനെയും പള്ളിക്കൽ പഞ്ചായത്തിനെയും അതുപോലെ തന്നെ വേറെ ഏത് പഞ്ചായത്ത് വരുന്നുണ്ട് നമ്മുടെ സ്റ്റേഷനിലെ പരിധിയിൽ നമ്മുടെ പള്ളിക്കലത്തെ പോലീസ് സ്റ്റേഷനിലെ വണ്ടി നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്. നമ്മൾ എന്തായാലും നമ്മൾ പോകുന്ന റൂട്ടിലാണ് നോക്കട്ടെ പോലീസ്. അതെ, പള്ളിക്കൽ അത്യാവശ്യം അങ്ങോട്ടൊക്കെ ആഡിറ്റോറിയം കാര്യങ്ങളൊക്കെ ഉണ്ട്. പള്ളിക്കൽ നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഒരേയിടം ഇത് റൂട്ടെന്ന് പറഞ്ഞാൽ നമ്മളിത് നാഷണൽ ഹൈവേ എന്ന്, അതായത് നാഷണൽ ഹൈവേ നിന്ന് പാരിപ്പള്ളി നാഷണൽ ഹൈവേ നിന്ന് ഇവിടം വരെ ഏകദേശം 7 കിലോമീറ്റർ ആണെന്ന് തോന്നുന്നു. 7 കിലോമീറ്റർ ഇവിടെ നിന്ന് നമ്മൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡ് നേരെ പോയി MC ആയിട്ട് കണക്റ്റ് ആവുന്നതാണ്, ചടയമംഗലം MC ആയിട്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ചടയമംഗലം ജഡായുവിലൊക്കെ പോകുന്ന പ്രധാനപ്പെട്ട ഒരു വഴിപ്പാതയാണ് ഈ പോകുന്നത്. അപ്പോൾ ഈ പാതയിലൂടെ നമുക്ക് പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കല്ലടത്തണ്ണി എന്ന് പറയും. കല്ലടത്തണ്ണിയിൽ ഒരു വലിയ കുറേ കാര്യങ്ങളുണ്ട്. അവിടെ കല്ലടത്തണ്ണിയിൽ വട്ടത്തിയാർ എന്ന് പറയുന്ന ഒരു ആളുണ്ട്. അപ്പോൾ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏത് വർഷവും നിശ്ചയം ഓർമ്മ ഉണ്ടാകും. നമ്മുടെ കുട്ടിക്കാലത്താണ് ആ കല്ലടത്തണ്ണി പാലത്തിൽ നിന്നൊരു ബസ്, ഏതാ ഒരു വിമല എന്താ ഒരു പറയുന്നൊരു ബസ്, അതെ വിമല എന്ന് പറയുന്നൊരു ബസ് മറിഞ്ഞിട്ട് കുറേ പേര് മരണപ്പെടുകയൊക്കെ ചെയ്ത പാലത്തിൽ, കല്ലടത്തണ്ണി പാലം എന്ന് പറയും അവിടെ. അപ്പോൾ അവിടെ നിന്ന് പോയി വേണം നമുക്ക് എന്ത് ചെയ്യാൻ ഈ വട്ടത്തിയാറെന്ന് പറയുന്ന സുന്ദരിയായിട്ടൊരു നല്ല ഭയങ്കര കാണാനൊക്കെ ഭയങ്കര സുന്ദരിയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ആള് ശരിയല്ല. ആള് നിങ്ങളെ വശീകരിച്ച് കൊണ്ടുപോയി കൊന്നുകളയും. അപ്പോൾ അതുകൊണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ കാല് നനയ്ക്കാൻ പോലും അവളുമായിട്ട് യാതൊരു ബന്ധവും പാടില്ലെന്ന്
അതാണ് എൻ്റെ ഒരു പേഴ്സണലി ഒരു ഒപ്പീനിയൻ. പല നമുക്കറിയാം, നമ്മളൊക്കെ പണ്ട് കുഞ്ഞുനാളിലവിടെ ഞാൻ പഠിക്കുന്ന പോലെടുത്ത സ്കൂളാണ്. ആ സ്കൂളിൽ നമ്മൾ വന്നിട്ടുണ്ട്. എൻ്റെ കൂടെ പഠിച്ചൊരു കൂട്ടുകാരൻ ഇവിടെ ഈ പള്ളിക്കലുള്ള എൻ്റെ കൂട്ടുകാരൻ ഷിയാസ്, നിൻ്റെ കൂടെ CHM കോളേജിൽ പഠിച്ചത്, അവൻ മരണം കിട്ടും. ഇതേപോലെ കൂട്ടുകാരുമായിട്ട് ജസ്റ്റ് ഒന്ന് പോയി ഫോൺ വിളിച്ചുകൊണ്ട് അവിടെ ഇരുന്നതാണ്. എങ്ങനെയോ കാലോ കണ്ട് തെന്നി അങ്ങ് വെള്ളത്തിൽ വീണ് പോയതാണ് ഉൾപ്പെടെ. ആളുകൾ 2 ദിവസം കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് പറയാനുള്ളത്. കാരണം വെള്ളത്തിലുള്ള കളി നിങ്ങൾ മാക്സിമം ഒഴിവാക്കണമെന്ന് നമുക്ക് പറയാം. അയ്യോ അടച്ചേക്കുന്നതാ. അവിടെ കട നടന്നു അടച്ചേക്കുന്ന കേസ്. അല്ലെങ്കിൽ ആ തോടുണ്ടല്ലോ, ഈ തോട് അതിലെ കൂടെ ഇങ്ങനെ ബേക്കിൽ കൂടെ വരും. തോടുകളൊക്കെ നമ്മളിപ്പോൾ അവിടെ കണ്ട ആ വേമൂട്ടി പാലത്തിലെ തോടാണ് ഈ പോകുന്നത്. അതിങ്ങനെ നമ്മളതായത് നമ്മളിപ്പോൾ ഈ തോട് കണ്ടില്ലേ നിങ്ങൾ, ഈ തോട് നമ്മൾ ആ വേമൂട്ടിൽ പാലം ജംഗ്ഷനിൽ നിന്നുള്ള ആ തോടാണ് ഇങ്ങ് ഇതിലേ കൂടെ വന്ന് നേരെ ഇനി ഈ തോട് ചെന്ന് നമ്മളിപ്പോൾ പോയി കാണുന്ന കല്ലെടുത്ത് ഇത് വേമൂട്ടി പാലത്തിലെ തോടാണോ അതെ നമ്മളെ മറ്റേ തോടാണോ അറിയാം? അല്ല നമ്മൾ ഈ മറ്റേ തോടല്ല, അതായത് നമ്മളെ സ്ഥലമാണ് KK കോണം എന്ന് പറയും. പള്ളിക്കൽ കഴിഞ്ഞാൽ അടുത്ത KK കോണം. ഹെൽമെറ്റ് ഒന്ന് ഇതല്ലേ? ഓ ഇത് മറ്റേ ക്യാമറയാണ്. ആവശ്യമുണ്ട്. സാഹചര്യം സമയം കൃത്യമാണെങ്കിൽ നമ്മൾ മറ്റൊരു കാണിച്ചത് അടിപൊളിയായിരിക്കും, സെറ്റായിരിക്കും കേട്ടോ. പക്ഷേ ഇത് റൂട്ടിലാണ് നമ്മൾ വല്ലഭം എന്നൊക്കെ അറിയപ്പെടുന്നത്. 24-ലൊക്കെ വന്നിട്ട് 24-ലേക്ക് ഒരുപാട് വന്നിട്ടുള്ള പള്ളിക്കകത്തുള്ള നല്ല ഉയർന്നു വരുന്നൊരു പുതിയ ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ഇത് എളമ്പ്രക്കോട്, ഇവിടെയാണ് എളമ്പ്രക്കോട് ജംഗ്ഷൻ എന്ന് പറയുന്നത്. പള്ളി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിലേക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു എളമ്പ്രക്കോട് വനം ഉണ്ട്. അവിടെ നിന്നാണ് സത്യം പറഞ്ഞാൽ നമ്മളെ ഏരിയയിലൊക്കെ മൊത്തം പന്നികളും കുരങ്ങും ഇതാണ് കേട്ടോ. അതാണ് ആ മലയുടെ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. അല്ല ഇത് ഈ വീടല്ലേ, ഇതുകൊണ്ട് അതിൻ്റെ ഇറങ്ങി. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ പട്ടിയാണ് അത് കുരങ്ങനായിട്ട്
ഇവിടെ നിന്നാണ് ഇങ്ങോട്ടാണ് പോകാനുള്ള. നമ്മൾ ആദ്യം നിങ്ങൾക്ക് ബസ് പറഞ്ഞതാണ് ഈ തോടുണ്ട്, ഈ തോട് നിങ്ങൾ നോക്കിക്കൊള്ളണം. ഈ തോട് ഇവിടെ വെച്ചിട്ടാണ് കല്ലടത്തണ്ണി ബ്രിഡ്ജ്. കേട്ടോ, ഇവിടെ പണ്ടൊരു ബോർഡൊക്കെ ഉണ്ടായിരുന്നു. അതാണ്ട് ഇവിടെ ആൾക്കാർ ഫ്രണ്ടിലോട്ട് കണ്ട ഈ തോട് പോവുക ഓണത്തി ഇതാണ് നമ്മൾ അടുത്തേക്ക് പോകാൻ പോയിരിക്കുന്ന ഈ സൈഡിലങ്ങനെ നമ്മൾ അടുത്ത് പോകാൻ പോണ ഇത് എല്ലാം കൂടെ ചെന്ന് യോജിക്കുന്ന സംഭവമാണ്. ഇവിടെ മുന്നറിയിപ്പ് ഇവിടെ ഞാൻ പറഞ്ഞ തോട് വട്ടത്തിയാറ് നമ്മളെ പണ്ട് നേരത്തെ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ദുരന്തം കണ്ട കല്ലടത്തണ്ണി ദുരന്തം 14/11/1999 നമുക്ക് ഇപ്പൊ എത്ര 3 വയസ്സാ 3 വയസ്സ് നമുക്ക് 3 വയസ്സുള്ളപ്പോൾ നമ്മളെ ഓർമ്മയില്ല അന്ന്. സത്യം നമ്മൾ ഓർമ്മ നമ്മൾ പറഞ്ഞതിൽ തെറ്റുണ്ട്. അതപ്പോൾ നമ്മളെ ഉമ്മ ആരൊക്കെ പറഞ്ഞു തന്ന കേസാണ്. പക്ഷേ നമുക്കറിയാം, കേട്ടിട്ടുണ്ട്. ഇതാണ്ട അതിന് അവർക്ക് അന്ന് മഹാദുരന്തത്തിന് സ്മാരക കല്ലടത്തണ്ണി സൂം ചെയ്താണ്. എന്താ ഒരുപാട് പേര് മരണപ്പെട്ടു. എവിടെയാണ് ഇനി നമ്മൾക്കൊരു പോകാനുള്ളതെന്ന് പറഞ്ഞാൽ ഇനിയാണ് നമ്മൾ പോണ പ്രധാനപ്പെട്ട സ്ഥലം. ഇവിടെ തൊട്ട് നമ്മൾ ഇവിടെ നിന്ന് റോഡൊക്കെ ടാസ്ക്കാണ്. ഉള്ളത് സീനില്ല. കാറിലൊക്കെ വരുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം, ഇവിടെ വരാൻ വേണ്ടിയിട്ട് നിൽക്കുന്നവർ. മാക്സിമം വരുന്ന വെള്ളത്തിലോട്ട് പോവുകയും ചെയ്യും. വെള്ളത്തിൽ നമ്മൾക്ക് ആകെ നിങ്ങളുടെ ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ, നിങ്ങൾ വന്ന് കാണേ എന്തോ നിങ്ങൾ ചെയ്തു കേട്ടാ. ഇവിടെ അവിടെ എന്ന് പറഞ്ഞാൽ ആ ബസ് ആ ചെറിയ അത്രയും തോട്ടിൽ തന്നെ ഒരു ബസ് മറിഞ്ഞാലൊക്കെ ഒന്നും ചെയ്യാൻ പറ്റാതെ നിസ്സഹായരായിട്ട് എത്രയോ പേര് മരണപ്പെട്ടു. കാരണം അത്ര വലിയ നാടിനെ ഇടയ്ക്ക് ഒരു ദുരന്തമാണ് അവിടെ നടന്നത്. അതോടൊപ്പം തന്നെ ഇപ്പം നമ്മുടെ കൂടെയൊക്കെ പഠിച്ച ഒരുപാട് സുഹൃത്തുക്കൾ നമുക്കറിയാവുന്ന എൻ്റെ കൂടെ ക്ലാസ്മേറ്റിൽ എൻ്റെ തൊട്ടടുത്തിരുന്ന് പഠിച്ച ഒരു ഷിയാസ് എന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ എൻ്റെ കൂടെ പഠിച്ച പോലെയാണ് സ്കൂളിൽ പഠിച്ചൊരു കൂട്ടുകാരനാണ്. നമ്മൾ ഞാൻ അതിൽ പറഞ്ഞ കാര്യം പറഞ്ഞാണ് നമുക്ക് അത്രയും വേണ്ടപ്പെട്ട അപ്പോൾ അതുകൊണ്ടിട്ട് അവൻ ഈ വെള്ളത്തിൽ ഇറങ്ങിയെന്നില്ല, ഒരു സൈഡിൽ നിന്ന് ഫോൺ വിളിക്കുമായിരുന്നല്ലേ. വേറെ മുനീർ എന്ന് പറയുന്ന അവൻ ബീച്ചിൽ കടലിൽ പോയത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മോനെ ഏകദേശം വണ്ടിയിലെ ഒരു പകുതി വരെ അങ്ങ് മുങ്ങി. ചെറിയ വണ്ടിയിലൊക്കെ വരുന്നവർ കിറ്റൊക്കെ ഊരിത്തോളി വെച്ചിട്ട് ഒരാളെ വെള്ളം പോകുന്ന പോക്കാണ്. നല്ല കുഴിയാണ്. ഈ തോട്ടിൽ തന്നെ വീണു പോയാൽ നമുക്ക് രക്ഷപ്പെടുന്ന കാര്യം പാടാണ്. കാരണം അത്ര നല്ല ഇതുണ്ട് കേട്ടോ, നല്ല അടിയൊഴുക്കുള്ള സ്ഥലമാണ്. നല്ല അടിയൊഴുക്കും ഉണ്ട്, പാടാണ്. ഇത്രയൊന്നും അല്ല, ഇതിന് ഭയങ്കര താഴ്ചയാണ് ഈ തോട്. ഇതെല്ലാം കൂടി ചെന്ന് ചേരുന്നതാണ് വട്ടത്തി ആറ്. വട്ടത്തി എന്നൊക്കെ പറയുമ്പോഴത്തേ നിങ്ങൾക്ക് വിചാരിക്കും ആ പേര് തന്നെ ആ ഒരു വ്യൂ ഒക്കെ നിങ്ങൾക്ക് അവിടെ വന്ന് ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ്. അതൊക്കെയാണ് മുകളിലോട്ട് കറക്റ്റ് മൂന്നാറിലേക്ക് ആ ഒരു വൈബ് അല്ലേ. ആ തേയിലത്തോട്ടങ്ങളൊക്കെ ഇങ്ങനെ ഇടകൂർന്ന് വെക്കുന്നതാണൊക്കെ തോന്നുന്നുണ്ട്. ഇതാണ് മറ്റേ സായിപ്പിന്റെ തോട്ടം ഇല്ലേ. സായിപ്പിന്റെ തോട്ടം എവിടെയാണ്? ഇപ്പൊ ആൾക്കാരൊക്കെ വാങ്ങിച്ചു തോന്നി ബിൽഡിങ്ങൾ ഇവിടേക്ക് അതൊക്കെ വാങ്ങിച്ചു കൊടുത്തെന്ന് തോന്നുന്നു. ഈ വട്ട എന്റെ പൊന്നെ മഴ സീസണിൽ വരുന്നവർ കയറി നമ്മളെ ചെറുക്കാൻ നമ്മളെവിടെയും കൊണ്ടുപോകും. എവിടെയും നിന്ന് പോയാൽ നമ്മളിനി വണ്ടി വിളിച്ച് ചമക്കേണ്ടി വരും. പെട്രോൾ പമ്പ് ചെറുതായിട്ടൊന്ന് ടിച്ച് അടിച്ചു സംഭവം എന്ന് പറഞ്ഞാൽ ചെറുക്കാൻ നമ്മൾ 3 ലിറ്റർ പോരാന്നുള്ള അവൻ്റെ ഇതാണ്. 3 ലിറ്ററിന് എനിക്കൊന്നും ആവില്ല, മെയിൻ അടിച്ചു വെച്ചെന്ന് എന്നെ കളിയാക്കണ്ട. അതുകൊണ്ടാണ് ഞാൻ കോപിച്ച് കേട്ടാ. മിനിമം ഒരു 10 ലിറ്റർ 5 ലിറ്ററെങ്കിലും അടിച്ചാലേ ഇവനൊരു സന്തോഷമാവുള്ളൂ. എങ്ങനെയുണ്ട് സ്ഥലം? എങ്ങനെ നോക്കിയാണ് സ്ഥലം നോക്കിയാണ് നോക്കിയാണ് ഇങ്ങനെ രസം കേട്ടോ. നിങ്ങൾക്ക് കല്യാണ ഷൂട്ടൊക്കെ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഇങ്ങോട്ട് വരാൻ കേട്ടാ. അത്യാവശ്യം നല്ല ഒരു മൂന്നാറ് ചെറിയ പൈസയ്ക്കുള്ള ഒരു മൂന്നാറ് വൈബും കിട്ടും. ഒരിക്കലും നമുക്ക് എപ്പോഴും പറയാനുള്ളത് നിങ്ങൾ വെള്ളമായിട്ട് യാതൊരു ബന്ധം വെച്ചുള്ള കളിയും കളിക്കരുത്. ഈ സമയത്ത് എന്നൊക്കെ പറഞ്ഞാൽ
ഇങ്ങോട്ടൊന്നും ആരും വരല്ലേന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന കേട്ടോ. ചിലരൊക്കെ വന്നു കഴിഞ്ഞാൽ വെള്ളം കാണുമ്പോൾ ഇതാകും. അവിടെ നമുക്ക് മുന്നേക്ക് ഒരുപാട് ട്രിപ്പേഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഫാമിലിയായിട്ട് അവനാകെ സീനായിട്ടിരിക്കുകയാണ് ഈ സാധനം. ഇർഷാന്റെ ഹെൽമെറ്റ് എങ്ങനെ ഉണ്ട്? ഹെൽമെറ്റ് എവിടെ നിന്നല്ലേ വാങ്ങിച്ച? മതി അല്ലേ ഇർഷാദ്, അങ്ങോട്ടിന് വേണ്ട, മതി. നമ്മളെ ഈ പലരും ഇങ്ങോട്ടൊക്കെ വന്ന് ഇതിൻ്റെ അപ്പുറമൊന്നും എൻ്റെ ഇതിൽ പോകാതിരിക്കുന്നതാണ് നല്ലത്. കാരണം എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഇവിടെ മൊത്തവും ചരക്ക് വഴിക്കലായിട്ട് കിടക്കുകയാണ് സംഭവം. എൻ്റെ മോനെ അല്ലെ, ഇവിടെ കുറേ പാറയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഓർമ്മ ഉണ്ടാ? അവിടെ ഈ ഇവിടെ ഒരു അവിടെ പോയിരുന്നു മുമ്പ്, ഇതിലേ കൂടെ ഇങ്ങനെ നടന്ന് അപ്പുറം പോവായിരുന്നു. അതൊക്കെ അടച്ചു വെച്ചേക്കും. എന്ന് പറഞ്ഞാൽ ഇവിടേക്കെന്ന് പറഞ്ഞാൽ എത്ര ആഴ്ച വരും അറിയാമോ? അതാണ്ട് ഈ തെങ്ങ് നിങ്ങൾക്ക് കണ്ട, അതാണ്ട് തെങ്ങ് ഇങ്ങനെ കാര്യമില്ല, നല്ല താഴ്ചയുണ്ട്. നല്ല ഈ ഒരു തെങ്ങ് എത്ര പൊക്കം ഉണ്ടോ അത്രയും താഴ്ചയൊക്കെ ഇവിടെ കാണും. ഒരിക്കലും എൻ്റെ പേഴ്സണൽ ഇതിൻ്റെ ഇവിടം വരെയൊക്കെ മാക്സിമം വരാൻ ആൾക്കാരൊക്കെ താണ്ട് ഇങ്ങനെ ഓരോരുത്തർ ഫാമിലിയൊക്കെ വരുന്നുണ്ട്. ഫാമിലിയൊക്കെ വന്ന് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരുന്നവരൊരു പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഈ ഒരു ഇതാണ് നിങ്ങളൊരു ലാസ്റ്റ് പോയിന്റ്. റബ്ബറിൽ വരിക, പിടിച്ച് നിന്ന് കാണുക. സമയം ശരിയല്ലെങ്കിലേ അല്ലേ നമ്മൾ ചുമ്മാ അങ്ങോട്ടൊക്കെ പോയി നിന്നൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുമായിരിക്കും. ഫോട്ടോ എടുക്കുക, ഞാൻ നാളെ ഈ റബ്ബറിൽ ഇങ്ങനെ പിടിച്ച് നിന്നാണ് നിങ്ങളത് കാണിക്കുന്നത്. സമയം ശരിയല്ല, എന്ത് ചെയ്യുന്നു? ഭയാനകമായ ഭീതിപ്പെടുത്തുന്ന സംഭവമാണ് ഇത്. കാണാൻ നല്ല രസവും കാര്യങ്ങളൊക്കെയാണ്. ഇവളെ പേര് തന്നെ വട്ടത്തി എന്നാണ്. ഒരു ഭ്രാന്ത് പിടിച്ച വരക്കുണ്ട്. ഇതിനകത്ത് വീണു പോയി കഴിഞ്ഞാൽ ഇവിടെ ഇട്ട് തന്നെ കറക്കി നമ്മൾ ഇതാക്കിയിട്ട് 2 3 ദിവസം 4 ദിവസം കഴിയുമ്പോഴേക്കായിരിക്കും എവിടെയെങ്കിലും കൊണ്ട് കളയുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് ഇവള് നമ്മളെ വശീകരിക്കും, വാന്ന് കാണിച്ച് മോഹിപ്പിക്കും. പക്ഷെ ഒരിക്കലും ചെന്ന് ചാടിക്കൊള്ളും. കണ്ട് ആസ്വദിക്കാനായിട്ടാണെങ്കിൽ വരാം, അല്ലാതെ ബാക്കിയുള്ള ഇതിന് ഇറങ്ങാനും മറ്റു കാര്യങ്ങൾക്കായിട്ട് നിൽക്കുകയും ചെയ്യുന്നു. കൊള്ളാം, കാണാനൊക്കെ ഇവിടെ നിന്നൊക്കെ കാണാൻ നല്ല രസമുണ്ട്, നല്ല സുഖമുണ്ട്. വെള്ളത്തിലേക്ക് കളിക്കണമെങ്കിൽ താണ്ട് ഇവിടെയൊക്കെ ഇച്ചിരി വെള്ളം കിടക്കണം, അതിലൊക്കെ അങ്ങനെ കാലൊക്കെ കഴുകി പോകാനുള്ള പരിപാടി നോക്കുക. എങ്ങനെ ഉണ്ട്? ഇവിടെ നിന്ന് തിരിച്ച് നമ്മളിങ്ങനെ ഇത് കാണുമ്പോൾ അവിടെ ഇങ്ങനെ പാലമുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്കൂടെ ഇങ്ങനെ നടന്ന് പോയി അപ്പുറം പോയി കാണാം. സത്യം, ഈ തെങ്ങി കൂടെ നമ്മൾ പെയ്യെ പിടിച്ച് വെള്ളമില്ലല്ലോ ഇവിടെ, വെള്ളമില്ല, ഫുള്ള് ചെളി കണക്ക് താഴോട്ട് ഇങ്ങനെ. എത്ര താഴ്ച ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ എത്ര താഴ്ച ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാല്, അല്ല ഈ തെങ്ങിന്റെ പകുതി വരൂലേ? പകുതിയല്ലേ, 3/4 വരുമല്ലേ? ഇവിടെ ഇത് എത്ര നല്ല താഴ്ച ഉണ്ട്, അത്യാവശ്യം ഭയങ്കര നല്ല താഴ്ച ഉണ്ട്. ഇത് നല്ല താഴ്ചയിലാണ് നിൽക്കുന്നത് കേട്ടോ. ഈ സ്ഥലം എങ്ങനെ ഉണ്ട്? മുകളിൽ നിന്ന് താഴോട്ട് കാണാൻ പോടാ. ഈ പുഴ കാണാൻ പറ്റുമോ? ഈ റബ്ബറിന്റെ മുകളിൽ കൂടെ ബൈക്ക് കയറി പോവില്ലേ? നിങ്ങളിങ്ങനെ നടന്നാ പോയാ? മറ്റേ വഴി വരാം, വല്ലാതെ വഴി നമ്മളാ റോഡ് അങ്ങനെ ആർക്കും പറയാം. അത് വീട്ടിലൊക്കെ ആ വഴിയൊക്കെ ഉണ്ട്, ഇവിടെ നിന്ന് കാണുക പോകും. ആൾക്കാരൊക്കെ വീട്ടിൻ്റെ ഒക്കെ ആ വഴി പോകും. ചിലപ്പോൾ ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ആ വഴി പരിചയപ്പെടുത്തുന്നില്ല. നമ്മുടെ പ്രൈവറ്റ് ആയിട്ട് ഹിഡൻ സ്പോട്ടാണ്. ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ കിടക്കുന്നുണ്ട അപകട മേഖല. ഇത് ഈ ബോർഡ് വെച്ചിട്ട് തന്നെ ഇപ്പോൾ കുറേ വർഷങ്ങളായി കേട്ടാ. മുൻകാലങ്ങളിൽ ആറ്റിൽ മുങ്ങി മരിച്ചവർ 23 വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ അപകടം ഉണ്ടാകാതെ സൂക്ഷിക്കുക. സഹായത്തിന് പോലീസ്, ആംബുലൻസ് എല്ലാം വെച്ചിട്ടുണ്ട്. കാരണം ഓ ശരിയാണ്, അവിടെ താണ്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. അതായത് ഇങ്ങനെ ആൾക്കാരിങ്ങനെ വരുന്നു, മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഇടയ്ക്ക്, ഇപ്പോൾ ഈ 2 മാസത്തിനകത്ത് ഇടയ്ക്ക് മുന്നിലൊക്കെ ആൾക്കാർ ഇങ്ങനെ മുങ്ങി മരിച്ചവരാണ്. ഇതിനകത്ത് ആത്മഹത്യ ചെയ്തത് വേറെ ഒരുപാട് പേരുണ്ട്. ഇവിടെ കുളിക്കാൻ വന്നിട്ട് ഇവിടെ ഈ ഒരു സ്ഥലത്ത് മാത്രം മുങ്ങി മരിച്ചവരാണ് ഏകദേശം 25 പേരായിട്ടുണ്ട് ഇപ്പം തന്നെ. അപ്പോൾ അതുകൊണ്ടിട്ട് നിങ്ങൾ എല്ലാവരും, നമുക്ക് മഴ പെയ്യാൻ പോകുന്നു, ഇങ്ങനെ വരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒന്ന് കൂപ്പൺ എടുത്ത് സഹകരിക്കാൻ താല്പര്യമുള്ളവർ നമ്മളെ കൂപ്പൺ എടുക്കാൻ. നിങ്ങൾ കട നമ്മൾ കാണിച്ചു തന്ന്. 2ാം സമ്മാനം ഒരു 5 സെൻറ്റ് ഹൗസ് പ്ലോട്ടാണ്, റോഡ് ഫ്രണ്ടേജ് ഉള്ള. 3ാം സമ്മാനം ഒരു ഇലക്ട്രിക് ഓല സ്കൂട്ടി. നിങ്ങൾക്ക് പെട്രോളൊന്നും അടിക്കേണ്ട, വീട്ടിൽ ചാർജ് കുത്തിയിട്ട് മാസം 500 വരെ എക്സ്ട്രാ വരുള്ളൂ, കറങ്ങാം. 4ാം സമ്മാനം ഒരു iPhone 16 ആണ്. അത്യാവശ്യം ചെറിയ ഇതേപോലെയൊക്കെ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എഡിറ്റിങ്ങും എല്ലാ കാര്യങ്ങളും ചെയ്ത് മാസം നല്ല ഒരു ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന
ഒരു ഫോണാണ്. 5ാം സമ്മാനം 5 പേർക്ക് സ്വർണ്ണ കോയിൻ. അപ്പോൾ നിങ്ങളെന്തായാലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് മേടിച്ചോളി. അതിന് നമ്മളൊന്ന് ജസ്റ്റ് നമ്മളെ പ്രൈവറ്റ് രീതിയിലൊന്ന് സർക്കിട്ട് ചെയ്തിട്ട് ബൈ.